ഹലോ ഫ്രണ്ട്സ്, 10th ലെവൽ പ്രിലിംസിന്റെ 3 ഫേസ് എക്സാം കഴിഞ്ഞിരിക്കുന്നു. ആക്ച്വലി 4 സ്റ്റേജും കഴിയേണ്ടതാണ്. പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് കാരണം ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഉടൻ തന്നെ PSC ആ പരീക്ഷ നടത്തുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 ഫേസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും കമ്പനി ബോർഡ് LGSന് വേണ്ടിയും ബിവറേജ് LDക്ക് വേണ്ടിയും മെയിൻസിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. അതിനാൽ ഈ പ്രിലിംസ് പരീക്ഷയിൽ എത്രയായിരിക്കും കട്ട് ഓഫ് എന്നതിനെ കുറിച്ച് കുട്ടികൾക്കിടയിൽ ഒരുപാട് ആശങ്കയുണ്ട്. കഴിഞ്ഞ 3 പരീക്ഷയുടെയും ചോദ്യപേപ്പർ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫിന്റെ ഒരു ഏകദേശ രൂപവും പരീക്ഷ അവലോകനത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഓരോ ചോദ്യപേപ്പറുകളും വിശകലനം ചെയ്ത് അതിലൊരു കട്ട് ഓഫ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളെ വിശ്വസിച്ച് കൃത്യമായി പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഓരോ പരീക്ഷയും നമ്മളൊന്ന് വിലയിരുത്തുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അതേ കട്ട് ഓഫ് തന്നെ കൃത്യമായി ആവർത്തിക്കും എന്നുള്ള വാഗ്ദാനങ്ങളൊന്നുമില്ല. ലക്ഷ്യയുടെ കട്ട് ഓഫ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ചോദ്യപേപ്പർ വിലയിരുത്തിക്കൊണ്ട് ഞാൻ നൽകുന്ന ഒരു കട്ട് ഓഫ് മാത്രമാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. കൃത്യമായിട്ടാണ് ഓരോ ചോദ്യപേപ്പറുകളും വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കട്ട് ഓഫ് പറയുന്നത്. ഏകദേശം ഇത് തന്നെയായിരിക്കും വരാനുള്ള സാധ്യതയും. ഒന്നാമത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഓരോ വിഷയമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 6 ചോദ്യങ്ങളുണ്ടായിരുന്നു. ചോദ്യങ്ങളും ആൻസർ കീയൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അതിൽ ഈസി ആയിട്ടുള്ള 2 ചോദ്യം, ആവറേജ് 3 ചോദ്യമായിരുന്നു. ഒരു ചോദ്യം ബുദ്ധിമുട്ടേറിയ ആയിരുന്നു. ഇതേപോലെ ഇന്ത്യ ചരിത്രത്തിലെ 10 ചോദ്യങ്ങളും കറക്റ്റായി ചോദിച്ചു. 4 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്നത്. 2 ചോദ്യം ആവറേജ് ആയിരുന്നു. ടഫായിട്ടുള്ള 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. കേരള ഹിസ്റ്ററിയിൽ 13 ചോദ്യങ്ങളാണ്. നവോത്ഥാന നായകന്മാർക്ക് പ്രാധാന്യം കൊടുത്തോട്ടുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. 12 ചോദ്യങ്ങളും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒരെണ്ണം മാത്രമായിരുന്നു നമുക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആവറേജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യപേപ്പർ ആയിരുന്നു. 10th പ്രിലിംസ് പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഡിഗ്രി ലെവൽ മെയിൻസിന് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ തന്നെയാണ്. 10th പ്രിലിംസിനെ വെച്ച് നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 6 ടൈറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒറ്റ ചോദ്യമാണ്. ആവറേജ് ചോദ്യങ്ങളായിരുന്നു 3 കേരള ജോഗ്രഫിയിലോട്ട് പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. 13 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേരള ജോഗ്രഫിയിലെ 13 ചോദ്യം എന്ന് പറയാൻ കാരണം ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടും പിന്നെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഈ 10ലധികം ചോദ്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 10 ചോദ്യങ്ങൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒരു ചോദ്യം ആവറേജ് ആയിരുന്നു. 2 ചോദ്യം നല്ല ടൈറ്റ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്റ്റേജിലും എളുപ്പമുള്ളതായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ 8 ചോദ്യങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് നോക്കണം, നിങ്ങൾ ഇതിൽ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ് നിങ്ങൾ പഠിക്കുന്നത്. 6 ചോദ്യം ഈസി ആയിരുന്നു. ഒരു ചോദ്യം ആവറേജും ഒരു ചോദ്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ബയോളജി അഥവാ നാച്ചുറൽ സയൻസിൽ പൊതുജനാരോഗ്യവും ബയോളജിയും ചേർത്ത് 10 ചോദ്യങ്ങളിൽ 4 നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ നല്ല ഈസിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 2 ചോദ്യം ആവറേജ് ആയിരുന്നു. ഫിസിക്കൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ചേർത്ത് 8 ചോദ്യങ്ങൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്നാൽ 2 ചോദ്യം ആവറേജ് ആയിരുന്നു. മാത്സ് അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ടൈറ്റ് ആണെന്നും പറയാൻ പറ്റില്ല. 12 ചോദ്യം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കുറച്ചൊന്ന് ശ്രമിച്ചാൽ 4 ചോദ്യം എഴുതാം. 4 ചോദ്യം ടൈറ്റ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എഴുതുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് 59 ചോദ്യം. അത് PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 59 കിട്ടും. പക്ഷെ പിന്നെയുള്ള 41 ചോദ്യത്തിൽ 19 ചോദ്യം ആവറേജ് നിലവാരമാണ്. ഈ ആവറേജ് നിലവാരം പുലർത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിലെ പകുതി ചോദ്യമേ നമുക്ക് ശരിയാവുള്ളൂ. പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൽ 78 ചോദ്യങ്ങൾ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഈ 59ഉം 19 ഞാൻ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വിടുകയാണ്. അത് എഴുതിയവരും ഉണ്ടാവും. 78 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ആവറേജ് ചോദ്യം എഴുതുമ്പോൾ നമുക്കൊരു 9 ചോദ്യങ്ങളോളം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ 69 മാത്രമേ ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കി നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 നെഗറ്റീവോളം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് 10 വരുമ്പോൾ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ 66 മാർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചുവെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അതൊരു നല്ല മാർക്കാണ്. 66 ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ 66 മുതൽ 70 മാർക്ക് വരെ സ്കോർ ചെയ്തവരത് നല്ല മാർക്കായിട്ട് കണക്കാക്കാം. 66 തൊട്ട് 70 വരെ. ഇതിൽ 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട്. നമ്മളിത് കൃത്യമായിട്ട് ഓരോ വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും എത്ര പേര് നന്നായിട്ട് പഠിക്കുമെന്നോ എത്ര പേര് നന്നായിട്ട് എഴുതിയെന്നോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഏകദേശം 66-70 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജിലെ നല്ലൊരു മാർക്കായിരിക്കും. ഒന്നാമത്തെ സ്റ്റേജിലെ മാർക്ക് ഏകീകരണം നടക്കുമ്പോൾ ഇത് ചേഞ്ച് ആവും. പക്ഷെ നിങ്ങൾ 66-70 ഇടയിൽ ഒന്നാമത്തെ സ്റ്റേജ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കാണ്.
സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജ് പോലെ തന്നെയാണ്, പക്ഷേ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. പകരം ആവറേജിലോട്ട് ചോദ്യം മാറും. 31 ചോദ്യങ്ങൾ ആവറേജ് ആണ്. ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് 4 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു, ആവറേജ് ഒരെണ്ണമാണ്. ഇന്ത്യ ചരിത്രം 12 ചോദ്യം ഉണ്ടായിരുന്നു, അത് 7, 3, 2 എന്നുള്ള രീതിയിലാണ്. 7 ചോദ്യം ഈസിയാണ്. കേരള ചരിത്രം വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു, 11 എണ്ണം ഈസി ആയിരുന്നു. നമുക്ക് ഒരെണ്ണം ആവറേജ്, ഒരെണ്ണം ടഫ്. ഇന്ത്യൻ ജോഗ്രഫി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളെ കടുപ്പിച്ചെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ എളുപ്പമാക്കി, 7, 3 ടഫായിട്ടുള്ള ചോദ്യങ്ങളേ ഇല്ലായിരുന്നു. കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് 4, 3, 3 അത് പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടല്ല, എന്നാൽ വളരെ എളുപ്പമല്ല. അങ്ങനത്തെ രീതിയിൽ 4, 3, 3 എന്നുള്ള രീതിയിലാണ്. ഭരണഘടനയിലെ 10 എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ തന്നെ യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഭരണഘടനയുടെ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ 10 മാർക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ആ 10 മാർക്ക് കിട്ടും. ഞാൻ ഇതൊന്നും ഒഴിവാക്കുന്നില്ല. നാച്ചുറൽ സയൻസിൽ 5, 4, 1. ഫിസിക്കൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും 4 ചോദ്യം എളുപ്പമുള്ളായിരുന്നു, 5 എണ്ണം ആവറേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരെണ്ണം ടഫായിരുന്നു. മാത്സ് വിചാരിച്ചത്ര എളുപ്പമല്ലായിരുന്നു, ഈസി 7 എണ്ണം ഈസി ഉണ്ടായിരുന്നു, 12 എണ്ണം ആവറേജ് ചോദ്യമായിരുന്നു, ഒരെണ്ണം മാത്രം ടഫ്. അപ്പൊ ഇതിന്റെ റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ 59 എണ്ണം ഫസ്റ്റ് സ്റ്റേജിലെ പോലെ തന്നെയാണ്. 59 എണ്ണം നമുക്ക് എഴുതാൻ പറ്റും, അതിൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രശ്നം 31 ചോദ്യം ആവറേജിൽ കിടക്കുകയാണ്. ഞാൻ ടൈറ്റ് ചോദ്യങ്ങളൊക്കെ വിടുന്നു. ഈ 31 എണ്ണം ഒരിക്കലും ഒരാൾ എഴുതാതെ വരില്ല, ഉറപ്പായിട്ട് അയാൾ എഴുതും. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജ് എഴുതിയവരുടെ പ്രത്യേകത, ഇതൊക്കെ നമ്മുടെ ഒരു അസംഷൻ ആണ് കേട്ടോ, ചേഞ്ച് ആവാം. 90 എണ്ണം എഴുതാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് സ്റ്റേജിൽ പോയവര്. പക്ഷേ ആവറേജ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 31 എഴുതുമ്പോൾ ഒരിക്കലും 31 ശരിയാവാൻ സാധ്യതയില്ല. അപ്പൊ ഉറപ്പായിട്ടും അതിലൊരു 15 തെറ്റ് വരും, 15 അല്ലെങ്കിൽ 14 തെറ്റ്. അപ്പൊ 15, 14 തെറ്റ് വരുമ്പോ ഈ നിങ്ങൾ 91 എഴുതിയാൽ നിങ്ങളുടെ ശരി 74, 75 ശരിയിൽ അങ്ങ് ഒതുങ്ങും നിങ്ങളുടെ ശരി. ബാക്കി 15 എണ്ണം നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 5 മാർക്ക് നെഗറ്റീവ് വരും, ഉറപ്പായിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 70 മാർക്ക് വാങ്ങുന്നതാണ് ഈ സെക്കൻഡ് സ്റ്റേജിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഫെയർ മാർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. 70 എന്ന് പറയുമ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് 70 അല്ല, ചിലപ്പോൾ ഒരു 68 റേഞ്ചും വരാം. 68, 74 റേഞ്ചിനകത്ത് സെക്കൻഡ് സ്റ്റേജിന്റെ മാർക്ക് നല്ല മാർക്കാണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് 68, 74. ഇതിൽ മാർക്ക് ഏകീകരിക്കുമ്പോൾ നിങ്ങളെ മാർക്ക് കൂടാം. തേർഡ് സ്റ്റേജ് വെച്ചായിരിക്കും മാർക്ക് നോർമലൈസ് ചെയ്യണം, അപ്പൊ നിങ്ങളെ മാർക്ക് കൂടാം. പക്ഷെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് 68, 74 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല മാർക്കായിരിക്കും. അടുത്തത് തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പരീക്ഷ പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോയി, അങ്ങനെയാണെങ്കിൽ തേർഡ് സ്റ്റേജ്. ആക്ച്വലി ഫോർത്ത് സ്റ്റേജ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ മേളമായിരുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ തേർഡ് സ്റ്റേജ്. അതിലും വളരെ നല്ല ചോദ്യങ്ങളാണ്, വളരെ നന്നായിട്ട് കറണ്ട് അഫയർ പഠിക്കുന്നവർക്കാണ് മാർക്ക് കിട്ടുകയുള്ളൂ. 19 ചോദ്യം ഉള്ളതിൽ 6 എണ്ണം ഈസി, 8 ആവറേജ് ചോദ്യം, 5 ടഫാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 4, 1, 1. കേരള ചരിത്രത്തിൽ നിന്ന് 14 ചോദ്യം ഉണ്ടായിരുന്നു, 14 ചോദ്യം ഉണ്ടായിരുന്നു. അതില് 9 എണ്ണം ഈസി ആയിരുന്നു, 4 എണ്ണം ആവറേജ്, ഒരെണ്ണം ബുദ്ധിമുട്ടേറിയായിരുന്നു. ഭൂമിശാസ്ത്രം ഇന്ത്യ 7, 2, 1. ഭൂമിശാസ്ത്രം കേരള 6 ചോദ്യങ്ങളാണ്. അതിൽ ഈസി ചോദ്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, 2 ചോദ്യം ആവറേജ്, 4 ടൈറ്റ് ആയിരുന്നു. ഭരണഘടന 5 എണ്ണവും കിട്ടും. നാച്ചുറൽ സയൻസ് വരുമ്പോൾ 10 ചോദ്യങ്ങളായിരുന്നു, 6 എണ്ണം എളുപ്പമുള്ളത്, 6 എണ്ണം ആവറേജ് ആണ്, 2 എണ്ണം. ഫിസിക്കൽ സയൻസിൽ 10 എണ്ണം, അതിൽ 5 എണ്ണം ഈസിയാണ്, 2 എണ്ണം ആവറേജ്, 3 എണ്ണം ടൈറ്റ് ആയിരുന്നു. മാത്സ് ഏകദേശം ഒരേപോലെ ആയിരുന്നു, 8 എണ്ണം ഈസി, 9 എണ്ണം ആവറേജ്, 3 എണ്ണം ടൈറ്റ് ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൽ 50 ചോദ്യങ്ങളും പിന്നെ ആവറേജ് 30, 80 ചോദ്യങ്ങൾ നമ്മൾ എഴുതും. പക്ഷെ ഈ 30 ചോദ്യം എഴുതുമ്പോൾ ഒരു 10 എണ്ണം എന്തായാലും തെറ്റ് വരും, ഉറപ്പായിട്ട് തെറ്റ് വരും. ബാക്കി ഒരു 20 എണ്ണേ കിട്ടുള്ളൂ. അതായത് 70 എണ്ണം നിങ്ങൾക്ക് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്, ബാക്കി 10 എണ്ണം നിങ്ങൾക്ക് തെറ്റും. ഒരു സംശയമില്ല അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒരു 3 മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു 67 അല്ലെങ്കിൽ 66, 67 റേഞ്ചിന് നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റാർട്ടിങ് 66 തുടങ്ങും, പക്ഷെ നമുക്ക് ചിലപ്പം ശരി ഈ ടൈറ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 66 തൊട്ട് 70 വരെയുള്ള മാർക്ക് നല്ല മാർക്കാണ്, നല്ല മാർക്കാണ്. 70-ൽ 66, 70 എന്ന് പറയുന്നത് നല്ല മാർക്കാണ്. അപ്പോൾ ഈ 3 ചോദ്യ പേപ്പറുകളും വിലയിരുത്തുമ്പോൾ ഇതുവരെ മനസ്സിലായ കാര്യം, ഒന്നാമത്തെ സ്റ്റേജിൽ 66, 70 എന്ന് പറയുന്നത് നല്ല മാർക്കാണ്. രണ്ടാമത്തേതിൽ 68, 74 നല്ല മാർക്കാണ്. മൂന്നാമത്തേത് 66, 70 എന്ന് പറയുന്ന നല്ല മാർക്കാണ്. അപ്പൊ ഇതിനകത്താണ് നമുക്കൊരു 3 ഫേസിന്റെ പരീക്ഷയിലെ നല്ല മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി 4ാമത്തെ സ്റ്റേജും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു യഥാർത്ഥ കട്ട് ഓഫ് എത്ര വരും എന്ന് പറയാൻ പറ്റും. കാരണം മാർക്ക് ഏകീകരണം നടക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഇതിപ്പോ ആരംഭിക്കുന്നത് 66-ൽ ആരംഭിക്കും, മാക്സിമം 74-ൽ അവസാനിക്കും. അപ്പം 66 തൊട്ട് 74 ഓർ 75 മാർക്ക് വരെ ഇതിൽ ഓരോ സ്റ്റേജിലും വാങ്ങിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്പനി കോർപ്പറേഷൻ ബോർഡ് LGS വേണ്ടി പ്രിപ്പയർ ചെയ്യാം.
പക്ഷേ ബ്യൂറേജ് LD വരുമ്പോൾ ഇതിൽ 2-3 മാർക്ക് കൂടുതലേ വരുള്ളൂ. കാരണം അതിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ അത് അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും. നോർമലി 66-74 ഈ 3 പ്രിലിംസിന്റെയും പരീക്ഷയ്ക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടിയിരുന്ന നല്ല മാർക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഈ 3 ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്ത് പറയുന്ന ഒരു അസംഷൻ മാത്രമാണ്. ലക്ഷ്യയുടെ കട്ട് ഓഫ് ഒക്കെ വിശ്വസിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്ന ഒരു നിർദ്ദേശമായി മാത്രം കണ്ടാൽ മതി. അല്ലാതെ മെയിൻസിന് പഠിക്കും കിട്ടും എന്ന് ഉറപ്പുള്ളവരെല്ലാം കട്ട് ഓഫ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നല്ലതായിട്ട് മെയിൻസിന് വേണ്ടി പഠിക്കുക. താങ്ക് യു.